ഗായ്സ്, ഇതാണ് നമ്മളെ റിമോട്ട് വാൾ കിറ്റിൽ വരുന്ന പാർട്സ്. ഇതാണ് മോട്ടോറ്, അതിൻ്റെ കൂടെ ഒരു ക്ലാമ്പ് ഉണ്ടാവും, ഓസിലേഷൻ മോട്ടർ, അതുപോലെ തന്നെ അഡാപ്റ്റർ. ഇത് പൊളിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോർഡ് ഉണ്ട്. ഇത് ഇന്നറായിട്ട് ഉപയോഗിക്കാം, ഔട്ടറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. ഒരു കൺട്രോൾ ബോർഡ് ഉണ്ട്, പിന്നെ കേബിളുകൾ ഉണ്ടാവും, പിന്നെ അതേപോലെ ഓസിലേഷൻ്റെ ഒരു ക്ലാമ്പ് ഉണ്ടാവും, വയറും ഉണ്ടാവും. ഇത്രയും പാർട്സാണ് ഉണ്ടാകുക. ലീഫ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡർ ചെയ്താൽ അതും കിട്ടും. നമുക്ക് 13 വാട്ട്സുള്ള റിമോട്ടിൻ്റെ RF കിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ മോട്ടർ എങ്ങനെയാണ് കണക്ട് ചെയ്യണതെന്ന് നോക്കാം. ഈ ക്ലാമ്പ് ആദ്യം കുടുക്കി. ഇപ്പോൾ നമുക്ക് ഇനി ആ ഓസിലേഷൻ മോട്ടറാണ് കൊടുക്കാനുള്ളത്. ഓസിലേഷൻ മോട്ടർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വയറ് പിന്നെ ഇതിന്മേൽ തട്ടാതെ, ഷാഫ്റ്റുമ്മ തട്ടാതെ നോക്കണം. അതൊരു ഇൻസുലേഷൻ ചെയ്യണതാണ് ബെറ്റർ. ഇങ്ങനെ ഒരു ടാപ്പ് ചെയ്താൽ ബെറ്ററാണ്. ഇങ്ങനെ ഒരു ടാപ്പാണ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും. ഓസിലേഷൻ മോട്ടർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാൾ ഫിറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1650 രൂപയാണ്. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു നോബും കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇത് പിന്നെ സ്പീഡ് കൺട്രോളറിൻ്റെ നോബാണ്, ഇതും കൂടിയും കൊടുക്കുന്നുണ്ട്. ഇതാണ് ക്ലാമ്പ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ആ വളവുള്ള ഭാഗം നമ്മളെ മോട്ടർ പാർട്സിൻ്റെ അടുത്ത് കണക്ട് ചെയ്യണം. ഇങ്ങനെയാണ് ഓസിലേഷൻ മോട്ടറിൻ്റെ ക്ലാമ്പ് കണക്ട് ചെയ്യണത്. ഇതിനകത്ത് മോട്ടറിൻ്റെത് 3 പിന്നാണ് വലിയ മോട്ടറിലേക്കുള്ളത്. പിന്നെ നമ്മളെ ഓസിലേഷൻ മോട്ടറാണ് ഇടത്തെ അറ്റത്തുള്ളത്, അത് 2 പിന്ന്. പിന്നെ ഉള്ളത് നമ്മളെ DC കേബിളാണ്, അത് ഇതാണ് അതിൻ്റെ എൻഡ് കാണിക്കണത്. ഇത് നമ്മളെ അഡാപ്റ്ററിൽ പിന്നാണ് വരുന്നത്. അഡാപ്റ്ററിൻ്റെ പിന്ന് എങ്ങനെയുണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഓക്കെ ആയിട്ടുണ്ട്, കണക്ഷൻ ഓക്കെയാണ്. ഇനി റിമോട്ട് പെയർ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ബ്ലേഡ് കണക്ട് ചെയ്യാം. ആ നോബൊക്കെ നമ്മൾ പഴയ ഫാൻ്റെ നോബ് ഉപയോഗിക്കണം. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിമോട്ട് പെയർ ചെയ്യാം, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാട്ട്സും അതേപോലെ തന്നെ നമുക്ക് നോക്കാം. ഇപ്പം ഏകദേശം 7, 10 വാട്ട്, 13 വാട്ട്, 13 വാട്ടിലാണ് നിൽക്കുന്നത്. ഇനി റിമോട്ടൊന്ന് പെയർ ചെയ്യാം. ഓഫ് നെക്കി പിടിച്ചിട്ട് നമ്മൾ ഓഫ് ബട്ടൺ നെക്കി പിടിച്ചിട്ട് നമ്മൾ ഇതിലേക്കുള്ള സപ്ലൈ ഓൺ ആക്കുകയാണ്. ഇപ്പോൾ റിമോട്ട് പെയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 5 നടിച്ചാൽ സപ്ലൈ വന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ വന്നു. ഇപ്പോൾ 5 സ്പീഡിലാണ് വർക്ക് ചെയ്യണത്. 1500 RPM ആണ് ഉള്ളത്. വാട്ട്സ് എന്ന് കാണിക്കുന്നത് ഇതൊരു 14, 15 വരെ വരുന്നെങ്കിൽ 13ലേക്ക് അത് കുറഞ്ഞു വരികയാണ് ചെയ്യുക. എന്നാലിപ്പോൾ മാക്സിമം 15 വാട്ട്, നല്ല ഹൈ സ്പീഡ് പെർഫോമൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമുക്കതിനകത്ത് ഓസിലേഷനാണ് വർക്ക് ചെയ്യണത്. വളരെ പതുക്കെ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഇത് ഇതിലേക്ക് ബോഡിയിലേക്ക് കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ വീഡിയോ ആവശ്യമില്ല, കാരണം ഇതാണ് ഫിറ്റിങ്സ്, ഇത്രയേ ഉള്ളൂ. കാരണം ഇതിൽ കൂടുതൽ ഇപ്പം നിയമം ചെയ്യാനില്ല. പിന്നെ നമ്മൾ വയറൊക്കെ കുറച്ച് നീട്ടി കൊടുക്കാനൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഈ വയറുകൾ
പിന്നെ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള വയറ് ചിലപ്പം ഈ ഓസിലേഷൻ മോട്ടറിൻ്റെ വയറ് ചിലപ്പോൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ ഇതിൽ ഈ നോബുണ്ട്, ഇതിനകത്ത് നമുക്ക് ഫുൾ സ്പീഡിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഓൺ ആക്കുന്ന സമയത്ത് ഫുൾ സ്പീഡിൽ വരും. റിമോട്ടിൽ നമുക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കാന്നുള്ളൊരു ഓപ്ഷനാണ് റിമോട്ടിൽ വരുന്നത്. ഇനി ഇത് കുറച്ചാണ് വെക്കുന്നതെങ്കിൽ എപ്പം ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ എത്രയാണോ സ്പീഡ് വെച്ചിട്ടുള്ളത് അതിലാണ് വർക്ക് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന് വാറണ്ടി ആയിട്ടില്ല, പക്ഷേ അതിൻ്റെ പാർട്സുകളെല്ലാം കിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഇതിന് വാറണ്ടി ചെയ്യാൻ പറ്റില്ല. സീലിംഗ് ഫാൻ അങ്ങനെയല്ല, നമുക്ക് 1 ഇയർ ഉണ്ട്, 2 ഇയർ ഉണ്ട്, നോൺ വാറണ്ടി ഉണ്ട്, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഫാനും നമ്മളിവിടെ ഒത്തിരി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് എല്ലാ മോഡൽ ഫാനും ഇപ്പോൾ നമുക്ക് റെഡിയാണ്. വാൾ ഫാന്, ടേബിള്, പെഡസ്റ്റൽ എല്ലാം കിറ്റും ഉണ്ട്, ഫാനും ഉണ്ട്. ഇത് നമ്മളെ കുട്ടനെല്ലൂരുള്ള പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ തൃശ്ശൂരാണ്, ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ പുതിയ ബ്രാഞ്ചല്ല, പുതിയ ഒരു അസംബ്ലിങ് യൂണിറ്റാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. LED ഐറ്റംസ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ AC നമ്മൾ DC 24 വോൾട്ടിൽ വർക്ക് ചെയ്യണ ഒരു AC-ൻ്റെതും നമ്മൾ 2 മാസം കൊണ്ട് അതിൻ്റെ മാനുഫാക്ചറിങ് കൂടി തുടങ്ങുന്നുണ്ട്. സോളാർ പാനലിലും വർക്ക് ചെയ്യും, 24 വോൾട്ട് DC വർക്ക് ചെയ്യും. ആ ഒരു രീതിയിലുള്ള AC നമുക്ക് വരുന്നുണ്ട്. വന്നിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. C4 Tech ബൈ ഫൈസൽ സൈനിങ് ഔട്ട്. ബൈ.